ചെങ്കടൽ യുദ്ധക്കളത്തിൽ കൊലവിളി മുഴക്കി യമൻ സായുധ ഗ്രൂപ്പായ ഹൂതികൾ. ദിവസങ്ങൾക്ക് മുമ്പാണ് ഇസ്രായേലിലേക്ക് പോവുകയായിരുന്ന കപ്പലിനെ ഹൂതികൾ ആക്രമിച്ചത്. എറ്റേണിറ്റി സി എന്ന കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. UAE-യിൽ നിന്ന് ചരക്കുമായി ഇസ്രായേലിലെ ഒരു തുറമുഖത്തേക്ക് പോവുകയായിരുന്ന കപ്പലിനെ 2025 ജൂലൈ 9-നാണ് ആക്രമിച്ചത്. ചെങ്കടലിലൂടെയുള്ള യാത്ര നിർത്തിവയ്ക്കാൻ ഹൂതികൾ മുന്നറിയിപ്പ് നൽകി. മുന്നറിയിപ്പ് അവഗണിച്ച് കപ്പൽ യാത്ര തുടർന്നതോടെ ഹൂതികൾ ആക്രമണം അഴിച്ചുവിട്ടു. ആക്രമണത്തിൽ കപ്പലിന് കനത്ത നാശമുണ്ടായി. തുടർന്ന് കടലിൽ പൂർണ്ണമായി മുങ്ങുകയും ചെയ്തു. കപ്പലിൽ 25 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ഇവരിൽ 4 പേർ കൊല്ലപ്പെട്ടു, 11 പേരെ കാണാതായി. ഇപ്പോഴിതാ കാണാതായവർക്കുള്ള തിരച്ചിൽ അവസാനിച്ചിരിക്കുന്നു. ഇപ്പോഴും കാണാതായ 11 പേരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സ്വകാര്യ സുരക്ഷാ സ്ഥാപനമാണ് ജീവനക്കാർക്കായി തിരച്ചിൽ നടത്തിയത്. 11 പേർ എവിടെയാണെന്ന് അറിയില്ലെന്നാണ് തിരച്ചിൽ അവസാനിപ്പിച്ചുകൊണ്ട് സുരക്ഷാ സ്ഥാപനം പറഞ്ഞത്. കാണാതായ ജീവനക്കാരിൽ 10 പേരെ ഹൂതികൾ തട്ടിക്കൊണ്ടുപോയതായാണ് കരുതുന്നത്. 10 പേരിൽ 8 പേർ ഫിലിപ്പീനുകളാണ്. ഗ്രീക്കുകാരനും ഒരു ഇന്ത്യക്കാരനും ഈ 10 പേരിൽ ഉൾപ്പെടുന്നു. എറ്റേണിറ്റി സിയെ ഹൂതികൾ ആക്രമിച്ചത് ഡ്രോണുകളും ലഘു ആയുധങ്ങളും ഉപയോഗിച്ചായിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ചെങ്കടലിൽ ഹൂതികൾ ആക്രമണം തുടങ്ങിയത്. ഹൂതികളുടെ തുടർച്ചയായ ആക്രമണത്തെ തുടർന്ന് ഇതുവഴിയുള്ള കപ്പൽ ഗതാഗതം നിലച്ചിരുന്നു. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന മനുഷ്യക്കുരുതിയിൽ പ്രതിഷേധിച്ചാണ് ഹൂതികൾ ചെങ്കടലിൽ കപ്പലുകളെ ആക്രമിച്ചത്. ഗസയിൽ വെടിനിർത്തൽ വന്നതോടെ താൽക്കാലികമായി ഹൂതികളും ചെങ്കടലിൽ ആക്രമണം അവസാനിപ്പിച്ചിരുന്നു. പിന്നീട് ഇസ്രായേൽ ഗസയിൽ ആക്രമണം തുടങ്ങിയതോടെയാണ് ഹൂതികളും ചെങ്കടലിൽ കപ്പലുകളെ ആക്രമിക്കാൻ തുടങ്ങിയത്. സുപ്രധാന കപ്പൽ പാതയാണ് ചെങ്കടൽ. ആക്രമണത്തെ തുടർന്ന് വീണ്ടും കപ്പലുകൾ ഇതുവഴിയുള്ള സഞ്ചാരം നിർത്തുകയാണ്. നേരത്തെ ലൈബീരിയൻ പതാകയുള്ള ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള കപ്പലിനെ യമനിലെ ഹൊദൈദ തുറമുഖത്ത് നിന്ന് തെക്കു പടിഞ്ഞാറായി 51 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് ഹൂതികൾ ആക്രമിച്ചിരുന്നു. പിന്നാലെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹൂതികൾ ഏറ്റെടുത്തു. ഡിസംബറിന് ശേഷം യമനിലെ ഹൂതി വിമതർ ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെ ആദ്യമായാണ് ആക്രമണം നടത്തുന്നത്. ഡ്രോൺ ബോട്ടുകൾ, റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡുകൾ, ചെറിയ ആയുധങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് ലൈബീരിയയിൽ രജിസ്റ്റർ ചെയ്ത മാജിക് സീസ് എന്ന കാർഗോ കപ്പലിൽ ആക്രമണം നടത്തിയത്. കപ്പൽ കത്തി നശിച്ചു. ആക്രമണത്തിൽ കപ്പലിന് തീപിടിക്കുകയും വെള്ളം കയറുകയും ചെയ്തു. കപ്പൽ ഉപേക്ഷിച്ച് എല്ലാ ജീവനക്കാരും രക്ഷപ്പെട്ടു. അതുവഴി കടന്നുപോയ ഒരു വ്യാപാര കപ്പൽ ജീവനക്കാരെ രക്ഷപ്പെടുത്തി. ഇസ്രായേലും ഹമാസും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ ഫലസ്തീനികളെ പിന്തുണയ്ക്കുന്നതിനാണ് ആക്രമണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൂതികൾ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. യമനിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിൽ നിയന്ത്രിക്കുന്നത് ഹൂതികളാണ്. 2023 ഒക്ടോബറിൽ ഗാസയിൽ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഹൂതികൾ ചെങ്കടലിലെ കപ്പലുകളെ ലക്ഷ്യമിടാൻ തുടങ്ങിയത്. ഫലസ്തീനികളുടെ പോരാട്ടത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ആക്രമണമെന്നാണ് വിമത സംഘം അവകാശപ്പെടുന്നത്. 2023 നവംബറിനും 2025 ജനുവരിക്കുമിടയിൽ വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിട്ട് ഹൂതികൾ 100-ലധികം ആക്രമണങ്ങൾ നടത്തി. ഇത് ആഗോള ഷിപ്പിങ്ങിനെ തടസ്സപ്പെടുത്തിയിരുന്നു. ഇതോടെ ഇതുവഴിയുള്ള കപ്പൽ ഗതാഗതം ഉപേക്ഷിക്കാൻ ഷിപ്പിംഗ് കമ്പനികൾ നിർബന്ധിതരായി. ഇസ്രായേലും ഹമാസും തമ്മിൽ ഗസയിൽ വെടിനിർത്തൽ എത്തിയതോടെ ജനുവരിയിൽ ഹൂതികൾ ആക്രമണം നിർത്തി. എന്നാൽ മാർച്ച് പകുതിയോടെ അമേരിക്ക ഗ്രൂപ്പിനെതിരെ വ്യാപക ആക്രമണം ആരംഭിച്ചതോടെ ഹൂതികൾ വീണ്ടും ആക്രമണം തുടങ്ങി. മെയ് മാസത്തിൽ വെടിനിർത്തലിന് ഇരുപക്ഷവും സമ്മതിച്ചു. അതിനുശേഷം ഹൂതികൾ ഒരു കപ്പലിനെയും ആക്രമിച്ചിട്ടില്ല. എന്നാൽ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഹൂതികൾ മിസൈൽ ആക്രമണം തുടർന്നിരുന്നു.